അതിന് കാറ്റഗറി കിട്ടിയിട്ടാണ് ഞങ്ങളൊക്കെ യൂണിഫോമുള്ളവരൊക്കെ കൂടി ഉണ്ട്. വളരെ സന്തോഷപ്രദമായ സ്നേഹത്തോടുകൂടി ഇന്ന് നിലനിൽക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ ഓഫീസിനെ എന്നും ആ ദീർഘായുസും വളരെ വളർച്ചയും. മിസ് എം.എൽ. റോസി, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പൂർണിമ സുരേഷ്, കോർപ്പറേഷൻ കൗൺസിലർ പ്രേംരാജ്, സ്വാഗതം ആശംസിച്ച അനിൽകുമാർ, ഷിബു അടക്കമുള്ള നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട AC ചുമ്മ അടക്കമുള്ള വേദിയിലെയും സദസ്സയുമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തൃശൂർ ജില്ലയിൽ തൃശൂർ പട്ടണത്തിൽ 2 ഇന്ത്യൻ വ്യാപിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല ആവേശമായി മാറിയിരിക്കുന്ന, സൂര്യ പറഞ്ഞ പോലെ ബ്രാൻഡായി മാറിയിരിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസ് സംരക്ഷിച്ച് പോകേണ്ട ഉത്തരവാദിത്വം തൃശൂർ ജനതയ്ക്കുണ്ട്. തൃശൂർ ജനത കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങളും ആ ഉത്തരവാദിത്വം, ഓരോ സ്റ്റാഫുകളും 1600-ൽ പരം സ്റ്റാഫുകളാണ് ഇന്ത്യൻ കോഫി ഹൗസിനുള്ളത്. 1600-ൽ പരം സ്റ്റാഫുകളുള്ള സ്ഥാപനമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. നിങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ വിജയമിരിക്കുന്നത്. അത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ നവീകരിച്ച ഈ കെട്ടിടം തൃശ്ശൂരിന് സമർപ്പിച്ച തൃശ്ശൂർ പേരൂരിൻ്റെ നഗരപിതാവ് MK വർഗീസ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന തേക്കിൻകാട് ഡിവിഷൻ മെമ്പർ കൗൺസിലർ, വാർഡ് കൗൺസിലർ പൂർണിമ സുരേഷ്, പ്രിയപ്പെട്ട റോസിലെ ചേച്ചി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാജിത് K. പല്ലൻ, അതിലേറെ ഇന്ത്യൻ കോഫി ഹൗസ് കുടുംബത്തിലെ അംഗങ്ങളായി ഇവിടെ എത്തിയ ഏറെ പ്രിയപ്പെട്ടവര്, ഇന്ന് മാർച്ച് മാസം 22-ാം തീയതിയാണ്. ഇന്ന് ഏറെ പ്രത്യേകതയുള്ള ദിവസമാണ്. AKG തിരികൊളുത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു സംരംഭത്തിൻ്റെ, ഒരു നവീകരിച്ച സ്ഥാപനം തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാട് ദിവസമാണ്. 47 വർഷങ്ങൾക്ക് മുമ്പ് കാലയവനിക്കുള്ളിൽ മറഞ്ഞ ആ മഹാന്റെ ചരമദിനം കൂടിയാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മഹാന്റെ ഛായാചിത്രം ഇവിടെ അനാച്ഛാദനം കഴിഞ്ഞു എന്നുള്ളതും ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2ാമത്തെ ഇന്ത്യൻ കോഫി ഹൗസ് തൃശ്ശൂരിലെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യം ഇരിക്കുക. 1957 ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി മുന്നേറ്റങ്ങളുടെ സാരഥി ഇന്നലെ വരെ IAS-കാരൻ ആ ചോദ്യം പതിനായി ഉദയം ചെയ്യുകയായിരുന്നു. ആ വർഷത്തെ 1957 ആഗസ്റ്റ്
മാർച്ച് മാസം 15